കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തിനിടെ പോലീസുകാർക്കെതിരെ ഉണ്ടായ ആക്രമണം പാർലമെന്റ് ഗൌരവമായി കാണണമെന്ന് പരിക്കേറ്റ പോലീസുകാരുടെ കുടുംബം. പോലീസുകാർക്കും നീതി ലഭിക്കണമെന്നും കുടുംബാംഗങ്ങൾ ആവശ്യപ്പെട്ടു. ക്രൂരമായ ആക്രമണം വിവരിച്ച പോലീസുകാരുടെ കുടുംബാംഗങ്ങൾ തങ്ങൾക്കും നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടു. എല്ലാവർക്കും നീതി ലഭിക്കണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയ കാര്യവും അവർ ചൂണ്ടിക്കാട്ടി. പോലീസ് വിദ്യാർത്ഥികളെ ആക്രമിച്ചു എന്ന വ്യാഖ്യാനം ശരിയല്ലെന്നും പോലീസിന് നേർക്കാണ് ആക്രമണമുണ്ടായതെന്നും കുടുംബാംഗങ്ങൾ എടുത്തു പറഞ്ഞു. പ്രതിഷേധത്തിനിടെ പോലീസിന് നേർക്കുണ്ടായ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും വാർത്താ സമ്മേളനത്തിൽ പോലീസുകാരുടെ കുടുംബാംഗങ്ങൾ പ്രദർശിപ്പിച്ചു. इसके बाद जब भीड़ का एक हिस्सा कनॉट प्लेस के आउटर सर्किल में पहुंचा, तो वहां भी प्रदर्शनकारियों ने सरकारी एवं निजी संपत्ति को नुकसान पहुंचाया और भारी पथराव किया। इससे इलाके में जान माल के खतरे की स्थिति बन गई। ऐसी विषम परिस्थिति में वहां भी भीड़ को काबू करने के लिए टीयर गैस और लाठीचार्ज का प्रयोग करना। രാഷ്ട്രീയക്കാർ പോലീസുകാരെ ക്രിമിനലുകളെന്ന് വിളിക്കുന്നുവെന്നും എന്നാൽ അവർ പാർലമെന്റിന് സംരക്ഷണം ഒരുക്കുകയായിരുന്നുവെന്നും പോലീസുകാരുടെ ബന്ധുക്കൾ ചൂണ്ടിക്കാട്ടി. पुलिस फोर्स ने संसद की सुरक्षा के लिए बैरिकेडिंग की गई थी, उसको तोड़ दिया। मेरे पति को भी जो ड्यूटी के दौरान हेलमेट दिया जाता है, उनका हेलमेट भी पूरी तरह से टूट गया था और यदि चप्पलों से, जूतों से और पत्थरों से उन्हें पुलिस फोर्स को घायल कर दिया था. പോലീസുകാർക്കെതിരെ ഉണ്ടായ ആക്രമണം പാർലമെന്റ് ഗൌരവമായി കാണണമെന്നും പോലീസുകാർക്ക് നീതി ലഭിക്കണമെന്ന ആവശ്യമാണ് പോലീസുകാരുടെ കുടുംബാംഗങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ജനം, ഡൽഹി.